ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാലാണ് പെട്ടെന്ന് ജോബ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും പറയാനുള്ള സെയിം കാര്യം തന്നെ, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസ്ഡ് അല്ല നിങ്ങളുടെ സാലറിയോ അല്ലെങ്കിൽ ജോബോ ഡിസൈഡ് ആവുന്നത്, നിങ്ങളുടെ സ്കില്ല് ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ജസ്റ്റ് ഒരു ടൂളാണ്, നിങ്ങൾ ഒരു കോഡിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരു കോർ ഫണ്ടമെന്റൽ കുറച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ AI/ML ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പൈത്തൺ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫ്രെയിംവർക്ക് ഒക്കെ ചെയ്യുന്നവരാണ് ജാവ അറിയുന്നത്. ബേസിക്കലി നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു കോർ ഫണ്ട് അറിഞ്ഞിരിക്കുക. അതായത് നിങ്ങൾ ഏത് കമ്പനിയിൽ ജോയിൻ ചെയ്താൽ അവിടുത്തെ ടീമിനെ അവിടുത്തെ പ്രോജക്റ്റിനെ ബേസ് ചെയ്ത് പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ആവാനും പുതിയ പുതിയ ലാംഗ്വേജ് പഠിക്കാനും പുതിയ സ്കില്ല് പഠിക്കാനും അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാറുക അല്ലെങ്കിൽ പുതിയൊരു AI ടൂളോ അങ്ങനെ വന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ട നിങ്ങളുടെ കരിയറിനെ അത് ബാധിക്കും. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. ഇപ്പം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ അതിന്റെ കോർ കൺസെപ്റ്റും സ്കില്ലും പഠിക്കാൻ നോക്കുക. അത് ബേസ് ചെയ്ത് പ്രൊജക്റ്റും കാര്യങ്ങളും ചെയ്യുക, അഡാപ്റ്റ് ചെയ്യാം.